തൊടുപുഴ നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ തുടക്കമായി. മഴക്കാലത്ത് നഗരത്തിൽ പ്രധാന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ മാറ്റുന്നതിനു വേണ്ടിയുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നതെന്ന് ചെയർമാൻ കെ ദീപക് പറഞ്ഞു. തൊടുപുഴ നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ തുടക്കമായി. മഴക്കാലത്ത് നഗരത്തിൽ പ്രധാന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ മാറ്റുന്നതിനു വേണ്ടിയുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നതെന്ന് ചെയർമാൻ കെ ദീപക് പറഞ്ഞു. തൊടുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. തൊടുപുഴ നഗരസഭയിലെ ടൗൺ ഏരിയയിൽ വരുന്ന മുഴുവൻ ഓടകളും അതിൻ്റെ സ്ലാബ് മാറ്റി അവിടെയുള്ള മണ്ണും അതുപോലെ വേസ്റ്റും എല്ലാം നീക്കം ചെയ്ത് മഴക്കാലത്തിന് മുമ്പായി ടൗണിലെ ഓടകളിൽ മുഴുവൻ വെള്ളം ഒഴുകുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഓരോ മഴക്കാലം വരുമ്പോഴും ടൗണിൽ പല ഭാഗങ്ങളിലായി ഭീമ ജംഗ്ഷനിലും അതുപോലെ കാഞ്ഞിരമറ്റം ജംഗ്ഷന് അതുപോലെ ഗാന്ധി സ്ക്വയർ പ്രദേശങ്ങളിലും ഒക്കെ വെള്ളക്കെട്ട് സാധാരണമാണ്. മണിക്കൂറുകളോളം വെള്ളം കെട്ടി നിൽക്കുകയും യാത്രക്കാർക്കും അതുപോലെ വാഹനങ്ങൾക്കും ഒക്കെ പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്രാവശ്യം അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് നഗരസഭാ കൗൺസിലിൽ ഒന്നടങ്കം ഒരു തീരുമാനം ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ഓടകളും ടൗൺ മേഖലയിലെ മുഴുവൻ ഓടകളും അതിൻ്റെ സ്ലാബ് മാറ്റി മണ്ണും മാറ്റി വൃത്തിയാക്കുന്നതിനുള്ളൊരു തീരുമാനം എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മഴക്കാലം വരുന്നതിന് മുമ്പായിട്ട് നഗരപ്രദേശങ്ങളിലെ മുഴുവൻ സ്ഥലങ്ങളിലെയും കാടുകൾ വെട്ടിത്തെളിച്ച് ടൗൺ പ്രദേശത്തിലെ ഏതാണ്ട് 90% സ്ഥലങ്ങളിലും കാടുകൾ വെട്ടിത്തെളിച്ചിരിക്കുകയാണ്. കൊലാനി ബൈപ്പാസ്, നാലുവരി പാത, അതുപോലെ ടൗണിലെ പ്രദേശങ്ങളിൽ നമ്മുടെ റിവർ വ്യൂ റോഡ്, ഇങ്ങനെയുള്ള മെയിൻ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ മങ്ങാട്ടുകവല വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാട് വെട്ടി തെളിച്ചിട്ട് കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ വാർഡുകളിലേക്കും വർക്കർമാർ പോയി ആ വാർഡുകളിൽ മുഴുവൻ 35 വാർഡിലെയും ഓരോ പ്രദേശത്തും ഇത്തരത്തിൽ കാടുകൾ വെട്ടി മഴക്കാലത്തിന് മുമ്പായി നഗരസഭയിലെ മുഴുവൻ പ്രദേശങ്ങളിലുമുള്ള കാടുകൾ നീക്കം ചെയ്ത് ഓടകൾ വൃത്തിയാക്കി ഈ ടൗണിലെ ഓടകളുടെ ക്ലീനിങ് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ 35 വാർഡിലുമുള്ള ഓടകൾ, തോടുകൾ എല്ലാം വൃത്തിയാക്കുന്ന ഒരു പരിപാടിയുമായാണ് നഗരസഭ മുമ്പോട്ട് പോകുന്നത്. ഈ ഹെൽത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.ജി. രാജശേഖരനുണ്ട്. നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി ഈ ഒരു പരിപാടിയുമായി സജീവമായി രംഗത്തുണ്ട്. മഴ തുടങ്ങുന്നിടം വരെ കൗൺസിലർമാർ എല്ലാവരും വളരെ സജീവമായി ഈ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓടകളിലെ സ്ലാബുകൾ JCB ഉപയോഗിച്ച് മാറ്റി അടിഞ്ഞുകൂടിയ വേസ്റ്റുകൾ നീക്കം ചെയ്തു തുടങ്ങി. പ്രധാനമായും വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളായ റോട്ടറി ജംഗ്ഷൻ, മണക്കാട് ജംഗ്ഷൻ, ഷാപ്പുംപടി എന്നിവിടങ്ങളിൽ ഓടകൾ വേസ്റ്റ് അടിഞ്ഞ് വെള്ളം ഒഴുക്കു നിലച്ചിരിക്കുകയാണ്. ഓടകളിലും പൊതുസ്ഥലങ്ങളിലും വേസ്റ്റ് നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ഹെൽത്ത് സ്ക്വാഡിനെ രാത്രികാലങ്ങളിൽ പരിശോധനയ്ക്ക് നിയോഗിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഈ കാര്യത്തിൽ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്നും അദ്ദേഹം അറിയിച്ചു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ, കൗൺസിലർമാർ, ഹെൽത്ത് വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവരും ശുചീകരണ